ഇഡിക്കെതിരെ സുപ്രീം കോടതി കള്ളപ്പണ കേസിലാണ് ഇഡിക്ക് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പ്. അറസ്റ്റ് ചെയ്യാനാകില്ല. കള്ളപ്പണ കേസിൽ അറസ്റ്റ് ചെയ്യാൻ ഇഡിക്ക് അധികാരമില്ല എന്നാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തുണ്ടായ നിർദ്ദേശം. സിബി ജോസഫ് ഉണ്ട് ദില്ലിയിൽ നിന്നും. സിബി, എന്തൊക്കെ കാര്യങ്ങളാണ് സുപ്രീം കോടതി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്? ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ടുമാണ് ഇപ്പോൾ ഇഡിക്ക് ഒരു മുന്നറിയിപ്പ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. അതായത് ഈ PMLA 19 വകുപ്പ് പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്യുമ്പോൾ ചില നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്ന് ഇഡിയോട് സുപ്രീം കോടതി പറയുകയായിരുന്നു. മറ്റൊരു കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു മറ്റൊരു കേസിൽ മുൻകൂർ ജാമ്യം പരിഗണിക്കുമ്പോഴായിരുന്നു സുപ്രീം കോടതിയിൽ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയത്. അതായത് പ്രത്യേക കോടതി ഒരു പരാതി പരിഗണിച്ച ശേഷം ഈ PMLA വകുപ്പ് പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ഇഡിക്ക് അധികാരമില്ല എന്നുള്ളതാണ്, അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് ഈ ഒരു പ്രത്യേക കോടതി പരിഗണിച്ച ശേഷം പ്രതികളെ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല. പ്രതികളെ കസ്റ്റഡിയിൽ വേണമെങ്കിൽ, കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെങ്കിൽ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകണം. പിന്നീട് കോടതിക്ക് ഇതിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമാണ് കോടതി ഇതിൽ കസ്റ്റഡി അനുവദിക്കൂ സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ഈ PMLA വകുപ്പ് എന്ന നിലയും ഇത്തരത്തിൽ ഇഡി ഇത്തരത്തിൽ ദുരുപയോഗം ചെയ്യുന്ന നിരവധി പരാതികളും അതെല്ലാ നിലയും ഉള്ള ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയുടെ ഇപ്പോഴത്തെ ഒരു കർശനമായ മുന്നറിയിപ്പ് ഇഡിക്ക് നൽകിയിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ സുപ്രീം കോടതി ജസ്റ്റിസുമാരായ രണ്ടുപേരാണ് ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് ഇത് മറ്റൊരു കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു സുപ്രീം കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ വരികയും ഈ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോഴാണ് തങ്ങൾക്ക് കൃത്യമായ സമൻസ് അടക്കം എല്ലാ നിലയിലും ലഭ്യമായിട്ടില്ല എന്ന് ഇവർ വ്യക്തമാക്കിക്കൊണ്ട് സുപ്രീം കോടതിയെ സമീപിച്ചത്. അങ്ങനെ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോഴാണ് ജസ്റ്റിസുമാരായ അഭയ് എസ് അതോടൊപ്പം തന്നെ ഉജ്ജൽ ഭൂയാൻ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റെ ഒരു നിരീക്ഷണം വന്നത്. ഈ കള്ളപ്പണം ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 19 വളരെയധികം ദുരുപയോഗം ചെയ്തതായി പരക്കെ പരാതിയിട്ട്, പ്രത്യേകിച്ച് അരവിന്ദ് കെജ്രിവാൾ അടക്കമല്ല നിലയും ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലെ സെക്ഷൻ 19 ഉപയോഗിച്ചിരിക്കുന്നത്. ഇതെല്ലാം നിലയും കൃത്യമായ പരാതിയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലല്ല ഈ അറസ്റ്റെല്ലാം തന്നെ നടന്നിരിക്കുന്നത്. അങ്ങനെ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രതികളെ ഇത്തരത്തിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയൂന്നും അത് പ്രകാരം ഈ ഒരു പ്രതിയെ വിളിച്ചു വരുത്തി പ്രത്യേക കോടതിയിൽ ഈ പരാതി പരിഗണിച്ച ശേഷം ഈ കോടതിയുടെ അനുവാദത്തോടെ മാത്രമേ ഈ ഒരു കേസിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയൂ എന്നാണ് ഇപ്പോൾ സുപ്രീം കോടതി വ്യക്തമാക്കുന്നത്. അല്ലാതെ നേരിട്ട് ഈ ഇഡിക്ക് ഇത്തരത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. മാത്രമല്ല ഈ പ്രതികളെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യണമെങ്കിൽ അതിൽ കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകണം. അങ്ങനെ കസ്റ്റഡി അപേക്ഷയിൽ കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ സുപ്രീം കോടതി ഇവർ ചോദ്യം ചെയ്യാൻ വേണ്ടി അനുമതി നൽകുമെന്നും വ്യക്തമാക്കിയിരിക്കുന്നു. എന്തായാലും ഇഡിയെ സംബന്ധിച്ച് ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു മുന്നറിയിപ്പ് തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. വിനീഷ. സിബി, അതായത് കള്ളപ്പണവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും കേസിൽ ഒരാളെ ചോദ്യം ചെയ്യാനായി ഇഡി വിളിപ്പിക്കുകയാണെങ്കിൽ കൃത്യമായി പ്രത്യേക കോടതിയുടെ അനുമതി വേണം. ഈ കേസ് പരിഗണിക്കുന്ന പ്രത്യേക കോടതിയുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഒരാളെ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ചോദ്യം ചെയ്ത് വിളിപ്പിച്ച ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തണമെങ്കിൽ പ്രത്യേക കോടതിയുടെ പ്രത്യേക അനുമതി വേണം. ഈ കസ്റ്റഡി അപേക്ഷയ്ക്ക് പ്രത്യേക അനുമതി നൽകണം. കസ്റ്റഡിയിൽ നിർത്തണമെങ്കിൽ പ്രധാന തെളിവുകൾ കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. ഈ തെളിവുകളില്ലാത്ത കാര്യങ്ങളിൽ അറസ്റ്റ് ചെയ്യാനോ കസ്റ്റഡിയിൽ ഇരുത്താനോ ഇഡിക്ക് അധികാരമില്ല എന്നാണോ സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത്? വിനീഷ, നിരവധി തവണ ഇഡിക്ക് ഈ ഒരു കാര്യങ്ങളിൽ പലപ്പോഴും വിമർശനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു PMLA വകുപ്പിന്റെ 19 സെക്ഷനാണ് ഏറ്റവും അധികമായി ഇഡി ഇത്തരത്തിൽ പ്രതികൾക്കെതിരെ ചുമത്തുന്നത്. അതെല്ലാം തന്നെയും ചുമത്തുമ്പോൾ കൃത്യമായ തെളിവുകൾ വേണമെന്ന് കൃത്യമായി ഇഡിയോട് സുപ്രീം കോടതി വ്യക്തമാക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു കേസിൽ പ്രത്യേകമായി കോടതി പരിഗണിച്ച ശേഷം പിന്നീട് ഈ ഇഡി പ്രതികളെ വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്യുന്ന ഒരു നടപടിയുണ്ട്. ആ നടപടി പാടില്ല. പ്രത്യേകിച്ച് ഒരു പരാതി കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിനോ ചോദ്യം ചെയ്യുന്നതിനോ അത് കോടതിയുടെ കൃത്യമായ അനുമതി വേണം. കോടതിയിൽ കൃത്യമായ കോടതി അപേക്ഷ നൽകണം. അങ്ങനെ അപേക്ഷ നൽകിയ ശേഷം മാത്രമേ സമൻസ് അയച്ച് ഈ ഒരു പ്രതികളെ വിളിച്ചു വരുത്താവൂ. അങ്ങനെ വിളിച്ചു വരുത്തിയ പോലും ആദ്യം ഒരു അറസ്റ്റ് അടക്കമല്ലാതെ രേഖപ്പെടുത്തുന്നതിനും അത് ബെയിൽ പ്രകാരം അയക്കണം അറസ്റ്റ് ചെയ്യേണ്ടത്. പിന്നീടാണ് ഈ കേസിൽ കൂടുതൽ തെളിവുണ്ടെങ്കിൽ കൃത്യമായി അത് കോടതിയിൽ ആ തെളിവുകൾ ഹാജരാക്കിയ ശേഷം അറസ്റ്റ് ചെയ്യാവൂ എന്ന് വ്യക്തമാക്കിയിരിക്കുന്നത്. അതായത് നിരവധി പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയുടെ പരിഗണനയിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഒരു പ്രത്യേകമായ ഒരു പരാതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുണ്ട് ഒരു പ്രതികൾ എത്തിയപ്പോഴാണ് ഇവർ ഈ ഒരു കേസിൽ കൃത്യമായ സമൻസ് അയക്കുകയോ അല്ലെങ്കിൽ കൃത്യമായ നടപടി പ്രകാരമല്ല ഈ ഒരു കേസ് മുന്നോട്ട് പോയതെന്ന് സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുന്നത്. ആ ഒരു അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു പരാമർശം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒരു പ്രതിയുടെ ഒരു PMLA വകുപ്പ് പ്രകാരം പ്രതികളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇഡിക്ക് നേരിട്ട് അറസ്റ്റ് ചെയ്യാൻ അധികാരമില്ല. മറിച്ച്
ഇതിൽ കോടതിക്ക് കൃത്യമായ ഒരു കോടതിയിൽ കൃത്യമായി കസ്റ്റഡി അപേക്ഷ നൽകുകയും ഈ അപേക്ഷ പ്രകാരം മാത്രം കൃത്യമായ തെളിവുണ്ടെങ്കിൽ മാത്രമേ അറസ്റ്റ് ചെയ്യാവൂ എന്നുള്ള ഒരു നിരീക്ഷണം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് വിനീഷ. ശരി, സിബി ഇഡിക്കെതിരെ സുപ്രീം കോടതി കള്ളപ്പണ കേസിലാണ് ഇഡിക്ക് സുപ്രീം കോടതിയുടെ മുന്നറിയിപ്പുള്ളത്. പ്രത്യേക കോടതി പരിഗണിച്ച ശേഷം മാത്രമേ പ്രതികളെ ഇഡിക്ക് അറസ്റ്റ് ചെയ്യാനാകൂ എന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ കോടതിയിൽ നൽകിയതിനു ശേഷം മാത്രമേ കസ്റ്റഡിയിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനുള്ള അധികാരം ഇഡിക്കുള്ളൂ. തെളിവുകളെല്ലാം കൃത്യമായി തന്നെ ഉള്ള കേസിൽ മാത്രമേ അറസ്റ്റ് രേഖപ്പെടുത്താൻ ഇഡിക്ക് അധികാരമുള്ളൂ, അതും കോടതിയുടെ അനുമതിയോടെ എന്നാണ് സുപ്രീം കോടതി ഇപ്പോൾ നിരീക്ഷിച്ചിരിക്കുന്നത്. സിബി ജോസഫാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.